അപ്പോൾ അതുല്യയുടെ ഒരു ബന്ധു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ, ഈ അടുത്ത സമയത്തെങ്ങാനും അതുല്യ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ അടുത്ത സമയത്തൊന്നും ഞങ്ങളൊന്നും കോണ്ടാക്ട് ഇല്ലായിരുന്നു. കാര്യം ഞാനിപ്പോ എന്റെ കല്യാണത്തിനായിട്ടാണ് വന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് എന്റെ വൈഫ് ക്യാരിങ്ങാണ്. ഇപ്പൊ ലാസ്റ്റ് അവളെ കാണാനായിട്ടാണ് അവള് വന്നത്. അവിടെ ലീവിന് വന്നായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പം അന്നാണ് ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ഇരിക്കുകയെല്ലാം ചെയ്യുന്നത്. അവള് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും അവളങ്ങനെ ഷെയർ ചെയ്യത്തില്ലായിരുന്നു. കൂടുതലും അമ്മയായിട്ടും പെങ്ങളുമായിട്ടായിരുന്നു ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ എല്ലാ വലുതായിട്ട് തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാം. എങ്കിൽ പോലും നമ്മളത് ഫാമിലിയായിട്ട് അത് ഒത്തുതീർപ്പാക്കി വിട്ടതാണ്. പിന്നെ അതിനുശേഷം എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, ഇപ്പോൾ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇയാൾ ഉപദ്രവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മുമ്പേ പറഞ്ഞിട്ടില്ല എന്നാണോ? നിങ്ങളായിട്ടൊന്നും പറയാറില്ലേ? പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അങ്ങനെയില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയായിരുന്നു ഇയാളെ പുള്ളി സ്ഥിരം മദ്യപാനിയായിരുന്നു. സ്ഥിരം മദ്യപാനിയാകെ ഉപദ്രവിക്കുക എല്ലാ കാര്യങ്ങളും നമുക്കറിയായിരുന്നു. അപ്പം അത് ഈ ലാസ്റ്റ് നമ്മൾ ഒത്തുതീർപ്പാക്കി പോയതിനു ശേഷം പിന്നെ അവള് നമ്മളെ ഈ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും കുഴപ്പമൊന്നും ഇല്ലാത്ത അങ്ങനെ നിർത്തി എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു പോയിരുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇപ്പൊ ഈ മരണ വാർത്ത അറിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് അതായത് വല്യമ്മ പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ അവരും പറഞ്ഞ് എന്തിനാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത്, അവനെ ഉപേക്ഷിച്ചിട്ട് വന്നൂടെ, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ, അവർ സ്ഥിരമായിട്ട് അങ്ങനെ ഉപദേശിക്കുകയും കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. അപ്പൊ അവർക്ക് മെയിനായിട്ട് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യമായിരുന്നു. ഒരു കുഞ്ഞുണ്ട്, അത് ആ കുഞ്ഞിനെ ആര് വളർത്തും എന്നുള്ള രീതിയിൽ അവളെ പിടിച്ചു നിൽക്കുക എന്നുള്ള രീതിയിലായിരുന്നു അവൾ നീങ്ങുന്നത്. അപ്പോൾ ഈ കേസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ലേ? ഇല്ല, നമ്മൾ കേസ് ആ സമയത്ത് കേസൊന്നും ഫയൽ ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവോഴ്സ് വക്ക് വരെ എത്തിയ ഒരു ബന്ധമായിരുന്നു. ഡിവോഴ്സിന്റെ ഒരു വക്ക് വരെ എത്തിയ ബന്ധമാണ്. അപ്പം ആളുടെ ഒരു കുഞ്ഞായി നമ്മൾ അപ്പൊ അത് ഫാമിലി ആയിട്ട് തന്നെ പരിഹരിച്ച് സംസാരിച്ച് തീർക്കാവുന്ന വിഷയമുള്ളൂ. അപ്പൊ ആരായാലും മദ്യപിക്കാം അങ്ങനത്തെ ഉള്ള ഒരു ഇതല്ലേ. അപ്പൊ നമ്മള് ഈ പുള്ളി ഇത്ര അടിക്കാന്ന് നമുക്കൊരു ബോധമില്ല, നമുക്ക് അറിയുന്നില്ല പുള്ളി ഇത്ര അടിക്കാന്നുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ സംസാരിച്ച് ആ ഇഷ്യൂ സോൾവ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം അടിക്കത്തില്ല എന്നുള്ളതായിരുന്നു ആദ്യ കാലത്തൊക്കെ പറയുന്നത്. പിന്നെ ഇതും പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അത് അവനെ തിരുത്താൻ പറ്റത്തില്ല. അവനങ്ങനെ സാർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞല്ലോ വിവാഹമോചനത്തിന്റെ വക്കിൽ വരെ എത്തിയതാണെന്ന്. പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇയാളുടെ കൂടെ തന്നെ പോയത്? ഈ ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നോ? അതെ, ഒത്തുതീർപ്പാക്കിയെന്ന് വെച്ചാൽ അങ്ങനല്ല. അതായത് നമ്മളിപ്പോ ഇപ്പൊ അവർക്കൊരു കുഞ്ഞായി ഇപ്പം വേറെ ഒരു സെക്കൻഡ് മാരേജിലോട്ട് പോയാലും ചിലപ്പോൾ അവിടെ ജീവിതം ചിലപ്പോൾ അത് ഒരു ശാശ്വതമായിട്ട് പോകത്തില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ പോയത്. അപ്പൊ അന്ന് എന്റെ അമ്മൂമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ അന്ന് ഒരു തീരുമാനം എടുത്തതാണ്. അത് നമ്മുടെ ഫാമിലി തന്നെ വിളിച്ചു നടത്തി. അവരെ ഫാമിലി ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാരും കൂടെ വിളിച്ചു കൂട്ടി. അത് ഒരു പെണ്ണിന്റെ ജീവിതം നമ്മൾ മാക്സിമം സെക്യൂർ ആക്കാനല്ലേ നോക്കത്തുള്ളൂ. അവർ തകർക്കുന്ന എന്തിനാന്നുള്ള രീതിയിലാണ് അന്ന് സംസാരിച്ചത്. അപ്പൊ ആ ഒരു സംസാരത്തിന്റെ പേരിൽ അന്ന് പുള്ളിയെല്ലാം നന്നായി എടുത്തിയൊക്കെ കുറച്ച് നാളത്തേക്ക് കുഴപ്പം പ്രശ്നങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ നമ്മളെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തിട്ടോ ഒന്നും ഇല്ല. അത് കൂടുതലും അമ്മയായിട്ടും പെങ്ങളുമായിട്ടും. അപ്പം നമ്മളെ ആരെടുത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല.